guidance I forgot. It's somewhere lost to the cages of chaos. I forgot somewhere in നോർത്ത് പറവൂർ സെന്റ് ജെർമൈൻസ് പള്ളി CLCയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാസംഗമവും പാലാരിവട്ടം ചൈതന്യ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജെറി ഞാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. എത്തേണ്ടുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അതൊക്കെ ഈ പരീക്ഷാ പേപ്പറിൽ എഴുതി നല്ല മാർക്ക് വാങ്ങുന്നത് നല്ല തുടക്കമാണ്. പക്ഷെ അത് നന്നായി അവസാനിക്കുന്നത് എപ്പോഴും അത് എത്രത്തോളം നമ്മുടെ ജീവിത പരീക്ഷയിൽ അല്ലെ, ആ ജീവിത പരീക്ഷയിൽ നമുക്കത് എത്രത്തോളം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുട്ടികൾ. കാരണം ഇത്രയും ആത്മീയ അവബോധത്തോടെ പഠനത്തെയും ജീവിതത്തെയും പരീക്ഷയെയും ഒക്കെ കാണുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ ജീവിത പരീക്ഷയിലും അവര് ഉയർന്ന മാർക്ക് വാങ്ങും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. CLC പ്രസിഡന്റ് പ്രവീൺ രവി തോമസ് അധ്യക്ഷനായി. വിദ്യാഭ്യാസവും ആരോഗ്യവും രണ്ടും ഒരേപോലെ സമൂഹത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതിൽ കണ്ണ് നമ്മുടെ ശരീരത്തിന്റെ വിളക്കാണ്. എങ്കിലും നമ്മുടെയൊക്കെ ദൈനംദിന തിരക്കുകൾ കാരണം പലപ്പോഴും നേത്ര ചികിത്സ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാറില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് CLC പാലാരിവട്ടം ചൈതന്യ കണ്ണാശുപത്രിയുമായിട്ട് ചേർന്ന് ഇത്തരത്തിലൊരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഇവിടെ നടത്താൻ തീരുമാനിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇടവകയിലെ നമ്മുടെ കുട്ടികൾ, പഠനത്തിലും കലാകായിക രംഗത്തും മികവ് പുലർത്തിയ കുട്ടികൾ, അതോടൊപ്പം സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയവരെയൊക്കെ ആദരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രതിഭാസംഗമം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. CLC എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡന്റ് സിനോബി ജോയി കല്ലറയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് പ്രാർത്ഥന. അതാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ അനുദിന ദിവ്യബലി, വീട്ടിലെ കുടുംബ പ്രാർത്ഥന, മറ്റു സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആത്മീയമായി ഉണർവ് ലഭിക്കുന്ന പ്രാർത്ഥന എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത് പഠനമാണ്. ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ CLC ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് CLC ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ പല സാഹചര്യങ്ങളിലുള്ള അറിവുകളായിക്കോട്ടെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആ പഠനം തുടരണമെന്ന് CLC ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ടുള്ളതാണ് പ്രവർത്തനം. ആ പ്രവർത്തനമാണ് ഇന്നിവിടെ ഈ കണ്ണ് ക്യാമ്പോട് കൂടി ഇവിടെ നടത്തപ്പെടുന്നത്. നേത്രദാന രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിട്ട് പ്രവർത്തിച്ചു വരുന്ന ജോസഫ് പടയാട്ടിയെ പൊന്നാടയിട്ട് ആദരിച്ചു. 1996 എൻ്റെ തുടക്കം. 96 തുടങ്ങും. അന്ന് നേത്രദാന രംഗത്ത് കഴിവയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ എൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മ മരണത്തോടു കൂടിയാണ് ഒരു നേത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ആദ്യം വിളിച്ചത് അങ്കമാലിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വരികയും നേത്രം എടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നേത്രദാന രംഗത്ത് സജീവമാകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരിയേറെ ആളുകളുടെ കണ്ണുകൾ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും കണ്ണുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയവർക്കും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഫൊറോന കൗൺസിൽ പ്രസിഡന്റ് ജോയൽ സുനിൽ, ആനിമേറ്റർ സിസ്റ്റർ രഞ്ജിനി ചിറയത്ത്, ഇടവക കൈക്കാരൻ വിനു മണ്ണകത്ത്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ക്ലെമന്റ്, യൂണിറ്റ് സെക്രട്ടറി ദീപക് തോമസ്, വൈസ് പ്രസിഡന്റ് ആദിൽ ബെന്നി എന്നിവർ സംസാരിച്ചു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.